നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. CPIഎമ്മിൻ്റെ മധുര പാർട്ടി കോൺഗ്രസ് നാളെ പ്രതിനിധി സമ്മേളനത്തോടെ ആരംഭിക്കുകയാണ്. മധുര വളരെ രാഷ്ട്രീയമായ ഒരു ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ വിവിധ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന ദീപശിഖ പ്രയാണമെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. സീതാറാം യെച്ചൂരി നഗറിലാണ് ആവേശകരമായ മധുരയുടെ ഈ രാഷ്ട്രീയ സമ്മേളനം മധുര പാർട്ടി കോൺഗ്രസിന് തുടക്കമായിരിക്കുന്നത്. നാളെ രാവിലെയാണ് പതാക ഉയർത്തുന്നതോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടാണ് CPIഎമ്മിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. മധുരയിൽ ഇത് 3ാം തവണയാണ് പാർട്ടി കോൺഗ്രസ് എത്തുന്നത് എന്നതുകൂടിയുണ്ട്. തമിഴ്നാട്ടിൽ അതിശക്തമായ ഈ ചൂഷണത്തിനെതിരെയും ജാതി വ്യവസ്ഥകൾക്കെതിരെയും ജാതി വിവേചനത്തിനെതിരെയും ഒക്കെ ഏറ്റവും ശക്തമായ സമരം CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രസക്തമായ ഒട്ടേറെ ഇടപെടലുകൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ CPIഎമ്മിൻ്റെ വേരോട്ടം ഏറ്റവും ശക്തമായി ആഴത്തിൽ വളരെ കാര്യമായി വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകുന്ന ഇടങ്ങളിലൊന്നാണ് മധുര. തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ തൊഴിലാളി മേഖലകളിലൊക്കെയുള്ള CITU അടക്കമുള്ള വളരെ ശക്തമായ സ്വാധീന കേന്ദ്രങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. ആ മധുരയിൽ ഇത് 3ാം തവണയാണ് CPIഎമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. മധുരയിൽ നിന്നാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ന്യൂസ് ആൻഡ് വ്യൂസുമായി ഞാൻ എത്തുന്നത്. ഇന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ പ്രതിനിധികളൊക്കെ ഇവിടേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്നുണ്ട്. CPIഎമ്മിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് K അനിൽകുമാറാണ് മധുരയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇവിടേക്ക് എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ CPIഎം പ്രതിനിധിയായി ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് എത്തും. അതുപോലെ തന്നെ വീക്ഷണത്തിൻ്റെ മുന്നണിയിട്ട് ശ്രീ N ശ്രീകുമാർ ഉണ്ടാകും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ നമ്മൾക്കൊപ്പം ഉണ്ടാകും. മധുര, ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലെ ഈ പറഞ്ഞ നാളെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഈ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ഉള്ളത്. തൊട്ടപ്പുറത്താണ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള പരിപാടികൾ. അവിടെ ഏറ്റവും ശക്തമായ ഏറ്റവും പ്രസക്തമായ രാജ്യം ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പരിപാടിയായി മാറാൻ പോകുന്നത് ഫെഡറലിസത്തിൻ്റെ അന്തസത്ത അത് വല്ലാതെ ചോർത്തിക്കളയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ നടപടികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വികാരമായി രാഷ്ട്രീയ വിയോജിപ്പായി രാഷ്ട്രീയ പ്രതിരോധമായി മാറുന്ന ഒരു ദേശീയ സെമിനാറിനു കൂടി 24ാം മധുര പാർട്ടി കോൺഗ്രസ് വേദിയാവുന്നുണ്ട്. അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക സർക്കാരിനെ പ്രതിനിധീകരിച്ച് അവരുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒക്കെ പങ്കെടുക്കുന്ന വളരെ വിപുലമായൊരു ദേശീയ സെമിനാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തമിഴ് ചലച്ചിത്ര ലോകത്തെ സാംസ്കാരിക ലോകത്തെ ഒട്ടേറെ പ്രമുഖർ, പ്രകാശ് രാജ് അടക്കം, അതുപോലെ തന്നെ സമുദ്രകനി അടക്കം, ശശികുമാർ അടക്കം, ഇവരെല്ലാവരും, വിജയ് സേതുപതി അടക്കം, ഇവരെല്ലാവരും പങ്കെടുക്കുന്ന ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തകർ, ചലച്ചിത്ര പ്രവർത്തകർ, നാടക പ്രവർത്തകർ, എഴുത്തുകാർ, ഇവരൊക്കെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അല്പം മുമ്പ് N റാമിനെ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, രാജ്യം ഏറ്റവും അധികം ആദരിക്കുന്ന N റാമിനെ ഇവിടെ ഈ പരിപാടിയിൽ അല്പം മുമ്പ് കാണാൻ ഇടയായി. അങ്ങനെ മധുരയുടെ ഈ ഒരു രാഷ്ട്രീയ ഒരു ആവേശത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ടാണ് ന്യൂസ് ആൻഡ് വ്യൂസ് കൈരളി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് മധുരയിൽ നിന്ന് എത്തുന്നത് എന്നതുകൂടി സൂചിപ്പിക്കട്ടെ. ഇന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ചർച്ചയിൽ ശ്രീ സജീവൻ കോഴിക്കോട് നിന്നും എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ശ്രീ N ശ്രീകുമാറുണ്ട് എന്ന് വിചാരിക്കുന്നു. അല്പസമയത്തിനകം ശ്രീ അനിൽകുമാറിനെ മധുരയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ സജീവൻ, താങ്കൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മധുര പാർട്ടി കോൺഗ്രസ് ഓരോ കാലത്തും CPIഎം അതാത് 3 വർഷങ്ങൾ ഏറ്റവും ശക്തമായി അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങളിലൂടെ സംഘടനാപരമായി അതിനെ പുതുക്കിപ്പണിത് അതിൻ്റെ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി വിശകലനം ചെയ്ത് രാഷ്ട്രീയ പ്രമേയങ്ങളിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ച്, അടവ് നയങ്ങളെക്കുറിച്ചൊക്കെ, അതുപോലെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിലൂടെയൊക്കെ ഏറ്റവും ശക്തമായി സംഘടനാപരമായി വളരെ ശക്തവും കൃത്യവുമായി മുന്നോട്ട് പോകുന്ന CPIഎം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്തിന് വളരെ ശ്രദ്ധയോടെ നമ്മൾ അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. വളരെ ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഓരോ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോഴും ശക്തമായി തന്നെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ മധുരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രീ സജീവൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ മോദി സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയാണ്. മധുര MP CPIഎമ്മിൻ്റേതാണ്, സുവെങ്കിരി വെങ്കേശൻ, അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ, കേരളത്തിൽ നിന്നുള്ള K രാധാകൃഷ്ണൻ അടക്കമുള്ള ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളാകേണ്ടവർ, പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധികളാകേണ്ട ലോക്സഭാംഗങ്ങൾ അവരെല്ലാം നാളെ ദില്ലിയിൽ തന്നെ ഉണ്ടാകും, ലോക്സഭയിൽ പങ്കെടുക്കും. മോദി സർക്കാരിൻ്റെ നീക്കത്തിനെതിരായി അഭിപ്രായം രേഖപ്പെടുത്തി രാഷ്ട്രീയ എതിർപ്പുകൾ അറിയിച്ചുകൊണ്ട് തന്നെ അതിനെതിരെ വോട്ട് ചെയ്യുക എന്ന നിലപാടോടെ നിൽക്കുക എന്ന രാഷ്ട്രീയ തീരുമാനം കൂടി CPIഎം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ്, മധുര പാർട്ടി കോൺഗ്രസ് CPIഎമ്മിനെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലാണ് താങ്കളെപ്പോലൊരു മാധ്യമ പ്രവർത്തകൻ അതിൻ്റെ ഗൗരവത്തിൽ കാണുന്നത്? ഏതൊക്കെ തരത്തിലാണത് വളരെ പ്രസക്തമാകുന്നത്? ഹലോ, ശ്രീ സജീവൻ കേൾക്കാമോ?
ഞാൻ താങ്കളിലേക്ക് വരാം. എന്തോ ചില സാങ്കേതിക തടസ്സങ്ങൾ പറയുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, സി പി എം അതിൻ്റെ സംഘടനാ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. താഴേത്തട്ടിൽ നിന്ന് സംഘടനാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിച്ച് പാർട്ടി കോൺഗ്രസിൽ എത്തി നിൽക്കുകയാണ് മധുരയിൽ. രാജ്യത്ത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടെ 400-ലധികം സീറ്റ് വാങ്ങി അധികാരത്തിലേക്ക് എത്തും എന്ന നിലയിൽ ഒരു ആത്മവിശ്വാസത്തോടെ പ്രചരണ രംഗത്ത് നിന്ന BJP കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കാതെ ഒരു പ്രതിപക്ഷത്തിൻ്റെ പരിമിതമായ ഐക്യമുണ്ട്. അപ്പോൾ പ്രതിപക്ഷ സാധ്യതകൾ നിൽക്കുകയാണ്. ആ പ്രതിപക്ഷ നിരയിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രാതിനിധ്യമാണ് CPM എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, ആ പാർട്ടികളെ നയിക്കുന്ന ആ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട പാർട്ടി. ആ നിലയിൽ മധുര പാർട്ടി കോൺഗ്രസ് ഇന്ത്യൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ എത്രമാത്രം ശക്തമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതാകും? മറ്റു പാർട്ടികളും വളരെ ഗൗരവത്തോടെ ആ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് CPMൻ്റെ പാർട്ടി കോൺഗ്രസിനെ കാണാനിടയില്ലേ? നോക്കൂ ശരത്ത്, CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിലെ പ്രതിനിധികൾക്കും അതുപോലെ നേതാക്കൾക്കുമൊക്കെ ദേശീയ തലത്തിൽ BJPയെ ശക്തമായും ആത്മാർത്ഥമായും എതിരിടാനുള്ള കരുത്തുണ്ടാകട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രത്യാശ. അതൊരാശംസ കൂടിയായിട്ട് കണക്കാക്കാം. മധുരയിലത്തെ പാർട്ടി കോൺഗ്രസ് 1950കളുടെ തുടക്കത്തിൽ 52-ലോ 53-ലോ നടന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഖ്യ വിഷയം കോൺഗ്രസിനുമായുള്ള സമീപനത്തെ ചൊല്ലിയായിരുന്നു. കോൺഗ്രസിനെ എങ്ങനെ ഉൾക്കൊള്ളണം, എതിരിടണോ എന്നുള്ള വിഷയത്തിലൊക്കെ തർക്കമുണ്ടായിരുന്നു. ആ തർക്കം പിന്നീട് അത് കൂടുകയാണ് ചെയ്തത്, കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ 2025 എത്തുമ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസ് എത്തുമ്പോഴും കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ പാർട്ടിക്ക് എന്ത് ഉറച്ച നിലപാട് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ നേതൃതലത്തിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശ്രീ സീതാറാം യെച്ചൂരിയുടെ കാലത്തുള്ള കോൺഗ്രസിനോടുള്ള സമീപനമല്ല ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രകാശ് കാരാട്ടിൻ്റെ കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെ എതിർക്കണം എന്നുള്ള ഒരു പതിവ് മുദ്രാവാക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലാണ് പാർട്ടി ശക്തം എന്നുള്ളതുകൊണ്ട് ദേശീയ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന തലങ്ങളിൽ BJPയെ എങ്ങനെ എതിരിടണം എന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കണ്ണൂരിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടത്. അപ്പോൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം ദേശീയ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് BJPക്കെതിരായ എന്ത് സന്ദേശമാണ് CPM നൽകിയത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ആ പാർട്ടി കോൺഗ്രസിന് ശേഷം 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് CPM എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ കൊല്ലം സംസ്ഥാന സമ്മേളനമുണ്ട്. ആ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലും BJPയെ അല്ല ശ്രീ പ്രകാശ് കാരാട്ട് ആക്രമിച്ചത്, കോൺഗ്രസിനെയാണ്. അപ്പോൾ കോൺഗ്രസിനോടുള്ള സമീപനം, കോൺഗ്രസ് എതിർക്കപ്പെടണം എന്നുള്ള ഒരു മുൻവിധിയോടെയുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അതിൻ്റെ ഒപ്പം BJPയെ എതിർക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ കാരണം കേരളത്തിൽ CPMന് അധികാരമുണ്ട്. ഈ അധികാരമുള്ള സ്ഥലത്ത് BJPയെ വെറുതെ എതിർത്ത് സമയം കളയണ്ട, കോൺഗ്രസിനെ തോൽപ്പിക്കൂ എന്നുള്ള ഒരു മനസ്ഥിതി CPMനുണ്ടായി. ഈ മനസ്ഥിതി വെച്ചുകൊണ്ടാണ് ഞാൻ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ നിലപാടിനെ കാണുന്നത്. അതായത് സംസ്ഥാന അടിസ്ഥാനത്തിൽ BJP എതിർക്കുക എന്ന് വെച്ചാൽ ദേശീയ അടിസ്ഥാനത്തിലൊരു കാഴ്ചപ്പാട് വേണ്ട എന്ന് തന്നെയായിരുന്നു പാർട്ടി കണ്ണൂർ കോൺഗ്രസിൻ്റെ തീരുമാനം. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ലെന്ന് മാത്രമല്ല, 1953 മധുര പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസിനോടുള്ള ഭിന്നത രൂക്ഷമായതുപോലെ ഇത്തവണയും ആ ഭിന്നത രൂക്ഷമായി നിലനിർത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അടുത്ത വർഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി എത്തുമ്പോൾ ആ പാർട്ടി BJPക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ കോൺഗ്രസിൻ്റെ രണ്ട് ശത്രുക്കൾ BJPയും CPMും, ആ രണ്ട് ശത്രുക്കൾ ഒരുമിച്ച് കേരളത്തിൽ കോൺഗ്രസിനെ നേരിടുമ്പോൾ അതിൽ BJPയുടെ വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാൻ ഒരു കോൺഗ്രസ് വിരോധം കുത്തിവെക്കുന്ന സമീപനം കൊല്ലം സമ്മേളനത്തിൽ നാം കണ്ടിട്ടുണ്ട്. ആ സമ്മേളനത്തിൻ്റെ നിലപാടുമായി നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിനെ പല രീതിയിൽ
വിമർശിക്കുന്ന നിലപാടുകളായിരിക്കും പാർട്ടി കൈക്കൊള്ളുക. അതായത് വർഗീയതയുടെ കാര്യത്തിൽ CPM പറയുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനുള്ളത്. അതെക്കാലവും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനോട് CPMൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു നിലപാട് കേരളത്തിൽ മാത്രം ഭരണമുള്ള CPMന് എടുക്കാൻ കഴിയില്ല. കാരണം ബംഗാളിലും ത്രിപുരയിലും ഇന്ന് CPM ഇല്ലാത്തൊരവസ്ഥയാണ്. ആ നിലയ്ക്ക് കേരളത്തിലെ ഭരണം മുൻനിർത്തിക്കൊണ്ട് ആ തുടർഭരണത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കളുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് വിരോധം ആളിക്കത്തിച്ചുകൊണ്ട് BJPയോടുള്ള മൃദു സമീപനം നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ BJP എതിരാനുള്ള സഖ്യം മതി എന്നുള്ള ആ ഒരു സൂത്രം നിലനിർത്താനുള്ള വ്യഗ്രത പാർട്ടി കോൺഗ്രസിൽ മറ്റാരെടുത്തില്ലെങ്കിലും കേരളത്തിലെ പിണറായി വിജയനും കൂട്ടരും എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ചർച്ചയിൽ എത്തിയ ശേഷം ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതായത് BJPയോട് മൃദു സമീപനം, കോൺഗ്രസിനോട് തീവ്ര വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, വീണ്ടും ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് കേരളത്തിൽ മാത്രമുള്ള ആഴത്തിൽ വേരുകളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ CPM പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പുതുമകൾ അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ല എന്ന് പറയും. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഈ മധുര പാർട്ടി കോൺഗ്രസിനെ സമീപിക്കുന്ന വാർത്തകളുടെ ഒരു സ്വഭാവവും താങ്കൾ പല മാധ്യമങ്ങളും നൽകുന്നതും കണ്ടിട്ടുണ്ടാകാം. അതായത് കേരളത്തിലെ പാർട്ടിയുടെ പൊതു താല്പര്യമായിരിക്കും ഇതിനെ ആകെ പ്രതിഫലിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ തലത്തിൽ ഈ രാഷ്ട്രീയത്തെ ആകെ നിരീക്ഷിക്കുന്നതിൽ നിന്നൊക്കെ CPMനെ പിന്നോട്ട് വലിപ്പിക്കുന്ന വിധം കേരള ഘടകത്തിൻ്റെ പൊതു താല്പര്യാർത്ഥം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്കുള്ള ഒരു വലതുപക്ഷ നിരീക്ഷണം, അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാറിന് താങ്കൾ കേട്ടുകാണെന്ന് വിചാരിക്കുന്നു. എന്തു പറയുന്നു? മധുരയിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പാർട്ടി കോൺഗ്രസിലേക്ക് പങ്കെടുക്കാൻ അതിൻ്റെ പ്രതിനിധിയായി എത്തുമ്പോഴാണ് താങ്കൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ എത്തിയിട്ടുമുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത് കൂടി വെച്ചുകൊണ്ട് താങ്കളുടെ ഒരു ആദ്യ നിരീക്ഷണം പറയാനുള്ളത്? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ് യഥാർത്ഥത്തിൽ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ, അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഇത്തരം ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തെ, സമൂഹത്തെ, രാഷ്ട്രീയത്തെ വർഗപരമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിൽ നടക്കുന്ന എന്തെല്ലാം ചലനങ്ങളാണ്, ലോകത്ത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കാണുകയും നാളെയുള്ള ലോക രാഷ്ട്രീയം എന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ലോക രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കാതെ ദേശീയ രാഷ്ട്രീയമുണ്ടോ? ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ത്യ ലോകത്തിൻ്റെ ഭാഗമാണ്. ആ ലോകത്ത് ഇവരെല്ലാം പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്ന അമേരിക്കയെക്കുറിച്ച് ഇന്ന് എത്ര പേർ ഊറ്റം കൊള്ളുന്നുണ്ട്? അമേരിക്കയെക്കുറിച്ച് എത്ര പേർ അഭിമാനിക്കുന്നുണ്ട്? നാളെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ മേലെയും വലിയ ഒരു നികുതി കൊള്ള അല്ലെങ്കിൽ നികുതി ഭീകരത ഏർപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഒരു പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്താണ്? ഓരോ രാജ്യത്തുണ്ടാകുന്ന കുഴപ്പം എന്താണ്? ആ പോരാട്ടത്തെ നേർക്കുനേർ നയിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, ചൈനയടക്കമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ പരിണിതി എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് മോദിയുടെ ഭാവി തീരുമാനിക്കുന്നത്. മോദി എന്ന വ്യക്തിയുടെ ഭാവിയല്ല, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ്. ലോകത്തെ എല്ലാ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഭാവിയാണ്. നരേന്ദ്രമോദിയും ജോർജിയ മെലോഡിയും അടക്കമുള്ള വലതുപക്ഷ നേതാക്കന്മാരൊക്കെ ലോകത്തുയർന്നു വന്നതിന് പിന്നിൽ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിൻ്റെ ഭാഗമായ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും നിർമ്മിതിയാണ്, അതിൻ്റെ സൃഷ്ടിയാണ്. അതിനെതിരായ പ്രതിരോധത്തിൽ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ സമരങ്ങളേ ഉള്ളൂ. ഏത് വർഗീയ കലാപത്തിനും മറുപടി സമരങ്ങളാണ്, മനുഷ്യൻ്റെ ജീവിത സമരമാണ്. ഇതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ പാഠം. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമരങ്ങളെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത്? തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണോ, കർഷക വർഗത്തിൻ്റെ പാർട്ടിയാണോ, അതോ ഇവിടുത്തെ മുതലാളി വർഗത്തിൻ്റെ പാർട്ടിയാണോ? അവിടെയാണ് കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ 100 അംഗങ്ങളുണ്ടെങ്കിലും കോൺഗ്രസ്സിന് പാർലമെൻറ്റിൽ ശോഭിക്കാനാവുന്നില്ല, നരേന്ദ്രമോദിക്ക് മുന്നിൽ ബദൽ ഉയർത്താനാവുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അതിൻ്റെ പ്രത്യയശാസ്ത്രപരത കൊണ്ട്, സമരശേഷി കൊണ്ട്, സമരസന്നദ്ധത കൊണ്ട്
അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും മതനിരപേക്ഷത്തിൻ്റെയും കരുത്തുകൊണ്ട് ഒരു ബദലാകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പാർലമെൻറ്റിലെ ഞങ്ങളുടെ എണ്ണമല്ല ഞങ്ങളുടെ പൊക്കം. പാർലമെൻറ്റിലെ ഞങ്ങളുടെ എണ്ണത്തിൻ്റെ പൊക്കത്തിനപ്പുറത്ത് ഒരു പൊക്കം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ളത് അതിൻ്റെ സമരഭരിതമായ ഭൂതകാലം കൊണ്ടാണ്, സമരഭരിതമായതിൻ്റെ വർത്തമാനം കൊണ്ടാണ്. മെയ് 20 ദേശീയ പണിമുടക്കാണ്. ഇന്ത്യയിൽ ദേശീയ പണിമുടക്ക് നടന്നാൽ പ്രസക്തി ഇടതുപക്ഷത്തിനാണോ കോൺഗ്രസിനായിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആലോചിക്കുന്നത്. ദേശീയ പണിമുടക്കാണ് നടക്കുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും ശാസ്ത്രത്തെ മുൻനിർത്തുന്നവരാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സുനിത വില്യംസ് അവർ ബഹിരാകാശത്ത് 256 ദിവസം യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ മടക്കത്തിലുണ്ടായ അനിശ്ചിതത്വത്തിന് കാരണമെന്ത്? അതിൽ രാഷ്ട്രീയമുണ്ടോ? അവർ നാസയിലെ ഒരു തൊഴിലാളിയല്ലേ? അവരെ അങ്ങനെ കാണാൻ കഴിയുന്നൊരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത് ഇത്തിരി വട്ടത്തിലല്ല കാണേണ്ടത്. CPM-നെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ്സാണ് മധുര കോൺഗ്രസ്. 3-ാം തവണയാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് വരുന്നത്. ഒരു തവണ 1953-ലെ 3-ാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഇവിടെയായിരുന്നു. പിന്നീട് 1972-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് CPM ചൂണ്ടിക്കാട്ടിയത് മധുരയിൽ വെച്ചാണ്. അത് 1975-ൽ അടിയന്തരാവസ്ഥയിലെത്തി. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെയും BJP-യുടെയും രാഷ്ട്രീയത്തിൻ്റെ കൊടിയിറക്കം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ഉറച്ചു പറയുകയാണ്, കൊടിയിറങ്ങുകയാണ്. ഇനി ഇവരെക്കുറിച്ച് പ്രതീക്ഷയുണ്ടോ? മോദിയെക്കുറിച്ച് രാജ്യത്ത് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ കൊടിയിറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ബദൽ ആരാണ്? ബദൽ പാർലമെൻറ്റിൽ മാത്രം രൂപപ്പെടേണ്ടതല്ല. സമരഭരിതമായ ഒരു ഇന്ത്യ രാജ്യത്ത് സമരങ്ങളെ കെട്ടഴിച്ചു വിടാനും പ്രത്യയശാസ്ത്രപരമായ ബദൽ ഉയർത്താനും ശേഷിയുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസ് ലോകത്തോട് സംസാരിക്കാൻ പോകുന്നത്, ഇന്ത്യയോട് സംസാരിക്കാൻ പോകുന്നത്, ഭാവിയുടെ വാഗ്ദാനമായി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനം വരാൻ പോകുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. യെസ്, ഇവിടെ ശ്രീ സജീവൻ കൂടിയുണ്ട്. ശ്രീ സജീവൻ, ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾക്കറിയാം. കാരണം വിമർശിക്കുന്നവരെ, എതിർക്കുന്നവരെ ജനാധിപത്യപരമായി ആ വിമർശനങ്ങളെ കേൾക്കാനുള്ള സഹിഷ്ണുതയ്ക്കപ്പുറം അതിനെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഒരു ഭരണകൂട സംവിധാനം നിൽക്കുന്നു. സംഘ്പരിവാർ രാഷ്ട്രീയം, ആ പ്രത്യയശാസ്ത്രം അത്രമേൽ ആഴത്തിൽ, അത്രമേൽ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട, അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാലത്താണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ ഇന്ത്യ സഖ്യം പോലെയൊക്കെയുള്ളൊരു പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യം എത്രമാത്രം ദുർബലമാണ് എന്ന് നമ്മൾക്കറിയാം. പാർലമെൻറ്റിനകത്താകട്ടെ പുറത്താകട്ടെ. അവിടെയാണ് ആ സഖ്യത്തോടൊപ്പം രാഷ്ട്രീയമായി നിൽക്കുകയും എന്നാൽ തനതായ രീതിയിൽ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രാജ്യത്തെ ഇടതു പാർട്ടികൾ, അതിൽ തന്നെ അതിനെ നയിക്കുന്ന CPIM. ഇപ്പോൾ കർഷക സമരം നമ്മൾക്കറിയാം. കർഷക സമരത്തിന് കർഷകരുടെ ഒരു വലിയ വികാരത്തിൽ നിന്ന് രൂപപ്പെട്ട് മുന്നോട്ട് പോയ ആ സമരത്തിന് ദിശാബോധം കൊടുത്ത ഒരു സംഘടന എന്ന് പറയുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയാണ്. ആ കിസാൻ സഭ എന്ന് പറയുന്നത് CPM-ൻ്റെ വർഗ ബഹുജന സംഘടനയാണ്. ആ സമരത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഈ സമരത്തിൻ്റെ ആദ്യ രൂപമായി നടന്നിട്ടുള്ള കിലോമീറ്ററുകൾ താണ്ടിയുള്ള കർഷകരുടെ മാർച്ച് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇപ്പോൾ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ പൊതുപണിമുടക്ക് രാജ്യത്ത് വരാൻ പോകുന്ന സാഹചര്യം. അപ്പോൾ ഈ പ്രതിപക്ഷ രാഷ്ട്രീയം വളരെ മൂർച്ചയോടെ ഒരു രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഈ ഇന്നത്തെ മോദി ഭരണകൂടത്തെ, സംഘ്പരിവാറിൻ്റെ കടന്നാക്രമണത്തെ ഒക്കെ എതിർക്കാനും വിയോജിക്കാനുമുള്ള ജനാധിപത്യപരമായ അവകാശത്തെ നിഷേധിക്കുന്നതിനെതിരായ പോരാട്ടത്തെ ആ രാഷ്ട്രീയം ശക്തമായി ഉണ്ടെങ്കിലേ നേരിടാനാകൂ, പ്രതിരോധിക്കാനാകൂ, യാതൊരു സംശയവും. അവിടെ CPIM അതിൻ്റെ പാർട്ടി കോൺഗ്രസിലൂടെ അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തെ തീർപ്പിലെത്തിക്കുന്നു. അടവ് എങ്ങനെ വേണം തുടർന്ന് അങ്ങോട്ട് എന്ന കാര്യത്തിലെത്തുന്നു. ആ അടവ് നയം നടപ്പാക്കുന്നതിൽ സംഭവിച്ചിട്ടുള്ള ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നു. ആ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു സിനിമ പോലും ഒരു കച്ചവട സിനിമയാണ്. എമ്പുരാൻ എന്ന കച്ചവട സിനിമയ്ക്കകത്ത് ശക്തമായ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ പോലും അങ്ങേയറ്റം അസഹിഷ്ണുത കാട്ടിക്കൊണ്ട് അത് ഈ നിലയിൽ പാടില്ല എന്ന ഏറ്റവും വലിയ നിർബന്ധിത അവസ്ഥയിലേക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകരെ കൊണ്ടെത്തിക്കുന്ന വിധത്തിലേക്ക് രാജ്യഭരണം, അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ പ്രത്യയശാസ്ത്രം എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് നവഫാസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഈ കാലത്ത് CPIM-ൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഗൗരവമായ രാഷ്ട്രീയ സാഹചര്യം, അതിൻ്റെ ഉള്ളടക്കം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കൺവീനറുമായിട്ടുള്ള പ്രകാശ് കാരാട്ട് പാർട്ടി സമ്മേളനം തുടങ്ങുന്ന 2 ദിവസം മുമ്പേ മാധ്യമത്തിന് കൊടുത്തുള്ള ഒരു അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു സഖ്യമാവരുത്. കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പ് അങ്ങേയറ്റം അപകടത്തിലാണ്.
ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വളരെ സുശക്തമായിട്ടുള്ള ഒന്നായിട്ട് മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തീമായിട്ട് പോലും വരാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ രാജ്യത്ത് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ദയനീയമായ കാര്യം ഇന്നലെ ആണല്ലോ ഈ പെരുന്നാൾ ഇന്ത്യയിൽ പല സ്ഥലത്തും നടന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഈ ഈദ്ഗാഹുകൾ, അതായത് ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് ഈ പ്രാർത്ഥന നടത്തുന്ന ഈദുമായി ബന്ധപ്പെട്ട് ഈദ് പ്രാർത്ഥന നടത്തുന്ന അതിനെ ഉത്തർപ്രദേശിലൊക്കെ തടയുകയാണ് ചെയ്തത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവിടുത്തെ ഭരണത്തലവൻ, അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഈദ്ഗാഹുകളൊക്കെ അക്രമത്തിന്റെ വേദികളാകും, നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഹിന്ദുക്കളെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മതവിഭാഗം അവരുടെ വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ ദിനത്തിൽ, അവരുടെ ഒരു വലിയ ആഘോഷ ദിനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, നമുക്കറിയാം മുസ്ലിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബഹളമുണ്ടാക്കിയിട്ടുള്ള പ്രാർത്ഥനയൊന്നുമല്ല. അവരുടെ നിസ്കാരം വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള, അത് പോലും പാടില്ല എന്ന് പറയും. മാത്രമല്ല ഹോളി ആഘോഷിക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ 1-2 സംസ്ഥാനങ്ങളിലല്ലല്ലോ എല്ലാ പള്ളികളും ഈ ടാർപോളിൻ വെച്ച് മൂടിയിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ രാജ്യത്ത് അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പോ അതിനുശേഷമോ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടന ഊന്നിപ്പറയുന്ന ഒന്നാണ് മതേതരത്വം. ആ മതേതരത്വത്തിനെ പൂർണ്ണമായിട്ടും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ പോവുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതൊരു ജനത്തിന്റെ വികാര പ്രകടനമാണെന്ന്. ഇവിടെ ഭരണകൂടങ്ങളാണ് അതിനുവേണ്ടി ഇറങ്ങുന്നത്. കാരണം ഒരു തരത്തിലും മതേതരത്വം ഇവിടെ അനുവദിക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിനിമയുടെ കാര്യം താങ്കൾ പറഞ്ഞ എമ്പുരാന്റെ കാര്യവും മറ്റും വേറെ കാര്യം, അതത്ര വലിയ പ്രശ്നമല്ല. അതിനേക്കാൾ ഭീകരമായ പ്രശ്നം ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന മതം പോലും ആചരിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, നിങ്ങളുടെ പള്ളികൾ ജനം കാണേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പള്ളികൾ ജനം കാണേണ്ട എന്ന രൂപത്തിലേക്ക് പോകുന്നത് ഒരു മതേതര രാജ്യത്തിന്, മറ്റ് പാകിസ്ഥാനിൽ പക്ഷേ സംഭവിക്കാം, ബംഗ്ലാദേശിൽ സംഭവിക്കാം, മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് ഇതേപോലെ സംഭവിക്കാം. പക്ഷേ ഇന്ത്യയെ പോലെ, ഇന്ത്യയുടെ ഭരണഘടനയിലെ ഊന്നിപ്പറയുന്ന മതേതരത്വവും ജനാധിപത്യവുമുള്ള ഒരു നാട്ടിൽ ഇത്തരത്തിലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി അങ്ങോട്ടേക്ക് എന്താണ്? ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും വരാനിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ ബില്ല് പാർലമെന്റിൽ എത്തുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ജനാധിപത്യ ശക്തികൾ ഇത്തരത്തിലെ ഈ ഫാസിസത്തിനെതിരെ ഒന്നിക്കേണ്ട ശക്തികൾ ഒന്നിക്കണമെന്ന് പറയാൻ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കുകയായിരുന്നു. പല പാർട്ടികളുടെയും സമ്മേളനങ്ങളുണ്ട്, പല പാർട്ടിയുടെയും ഈ വർക്കിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ ചേരുന്നുണ്ട്. അപ്പോഴൊക്കെ ചർച്ച ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളുമാണ്. ഇവിടെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ടതാണ് എന്ന്. ഇപ്പൊ BJPയുടെ വളർച്ച, അതുകൂടി പറഞ്ഞു ഞാൻ നിർത്താം. BJPയുടെ വളർച്ചയെ കുറിച്ച് പാർട്ടിയുടെ പ്രമേയത്തിൽ, രാഷ്ട്രീയ പ്രമേയത്തിൽ വരാൻ പോകുന്നു. അതിന് കാരണം പാർട്ടിക്ക് കൂടി ഒരു സ്വയം വിമർശനാത്മകമായിട്ടുള്ള ഒന്നായിട്ടാണ് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. അത് ഒരു പത്രത്തിൽ വന്ന വാർത്തയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു കാർട്ടൂണും അത്ഭുതപ്പെടുത്തുന്നത്. അതായത് BJP എന്ന് പറയുന്ന താമരയെ നട്ടു വളർത്തുന്ന CPM-ന്റെ ഒരു എന്താണ് കുടമാണ്, വെള്ളത്തിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാത്രമാണ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. കാരണം BJPയുടെ വളർച്ച ഇവിടെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് മറ്റു പല കാര്യങ്ങളുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മതം എന്ന് പറയുന്ന കറുപ്പ്, മനുഷ്യനെ മയക്കുന്ന കറുപ്പ്, അത് വെച്ചുകൊണ്ടാണ് അവരിവിടെ വളരുന്നത്. അതിനെ തടയുക എളുപ്പമൊന്നുമില്ല. വർഗസമരത്തിന്റെ സിദ്ധാന്തം വെച്ചുകൊണ്ട് ഈ ഒരു വലിയ ഭീകരമായ രൂപത്തിലുള്ള മതത്തിന്റെ കുത്തൊഴുക്കിനെ തടയാൻ എളുപ്പമല്ല. അതിനെയൊക്കെ വളരെ കൃത്യമായ വിമർശനത്തോടു കൂടിയും സ്വയം വിമർശനത്തോടു കൂടിയും ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ കാലത്ത് അത് നമ്മൾ ശ്ലാഘിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാർട്ടി അതിന് തയ്യാറായി. എത്രയോ പാർട്ടികളുടെ, കോൺഗ്രസ് മുതൽ താഴോട്ടേക്കുള്ള എത്രയോ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഈ സ്വയം വിമർശനാത്മകമായിട്ട് കൂടി ഇത്തരം കാര്യങ്ങളെ കാണുന്നു. ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ, ഇത് സഖ്യമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുമിച്ച് നിന്ന് കൈ ഉയർത്തിയാൽ പോരാ എന്ന് പറയാൻ ഒരു പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഈ പാർട്ടി കോൺഗ്രസ്, മധുര പാർട്ടി കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ശ്രീ N. ശ്രീകുമാർ, ഒന്ന്
ഇപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ സ്വയം വിമർശനപരമായാണ്, അതല്ലാതെ മറ്റുള്ളവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തുക എന്നത് മാത്രമല്ല, സ്വയം വിമർശനപരമായി തന്നെ CPIM എന്ന പാർട്ടി, ആ പാർട്ടിക്കകത്തെ ഓരോ ഘടകങ്ങളും ഓരോ വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടിനെ സ്വയം വിമർശനപരമായി തന്നെ വിലയിരുത്തി തിരുത്തി പുതുക്കി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇപ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിനെ നോക്കൂ. കോൺഗ്രസിന് ജനാധിപത്യപരമായി സംഘടനാ സംവിധാനങ്ങൾ പോലും അന്യമായി നിൽക്കുന്നൊരു പാർട്ടിയാണ്. പകരം ഓപ്ഷൻ നോമിനേഷനിലേക്ക് മാത്രം ആ പാർട്ടി പരിമിതപ്പെട്ടു പോയിട്ട് എത്രയോ കാലങ്ങളായി. പക്ഷേ ആ കോൺഗ്രസ് പാർട്ടി പോലും ഉദാഹരണത്തിന് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് അതിനെ കൃത്യതയോടെ ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കുന്നതിൽ ഉണ്ടായ പൊതു മിനിമം പരിപാടി, ആ പൊതു മിനിമം പരിപാടിയിൽ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി പോലും അതിനു മുമ്പുള്ള പാർട്ടി കോൺഗ്രസിൽ തയ്യാറാക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ ഭാഗമായിരുന്നു. ഹർകിഷൻ സിംഗ് സുർജിത്തും പിന്നീട് പൊതു മിനിമം പരിപാടി തയ്യാറാക്കപ്പെട്ട ആ കമ്മിറ്റിയിലെ വളരെ സുപ്രധാനമായ പങ്കുവഹിച്ചത് സീതാറാം യെച്ചൂരിയാണ്. അദ്ദേഹം അതിലെ പങ്കാളിയായിരുന്നു. അപ്പോൾ CPIMൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അതിനു മുമ്പ് തന്നെ പാർട്ടി കോൺഗ്രസ് അത് സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയതാണ്. രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാകണം, ആ പദ്ധതിയിലൂടെ ഗ്രാമീണ ജനതയിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, തൊഴിൽ ദിനങ്ങൾ ഉണ്ടാവണം, അവർക്ക് വരുമാനം ഉണ്ടാകണം, അവരുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് പിന്നീട് കോൺഗ്രസ് നയിച്ചൊരു സർക്കാരിൻ്റെ തീരുമാനമായി വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ടി കോൺഗ്രസ്സുകൾ വരെ എത്തുന്ന CPIMൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ സമ്മേളനങ്ങളുടെ ഗൗരവമായ രാഷ്ട്രീയ തലം അതാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ട് വിശകലനം നടത്തുന്ന ആളുകൾക്കോ ഇതിൻ്റെ ഒരു വിപുലമായ മാനത്തിലേക്ക് താങ്കൾക്കടക്കം പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പകരം ആ പാർട്ടിയെ കേരളത്തിലെ ഒരു പാർട്ടിയുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് മാത്രം അതിനെ ചുരുക്കി കെട്ടിക്കാണുന്ന ഒരു അവസ്ഥ, അത് കേരളത്തിലെ ഒരുവിധപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ അവസ്ഥയും ഈ പരിമിതിയും കാണാനുമുണ്ട്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. താങ്കളുടെ വാക്കുകളും അതാണ്. അതിനെയാണ് നേരത്തെ ശ്രീ അനിൽകുമാർ ഖണ്ഡിച്ചതും വിമർശിച്ചതും മറുപടി പറയുകയും ചെയ്തത്. നോക്കൂ ശരത്തെ, ഞാൻ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കേരളത്തിൽ ആണെന്ന് CPM ഉള്ളതെന്ന് ഞാൻ പറയുന്ന കാര്യമല്ലല്ലോ, അത് പാർട്ടിക്ക് അറിയാവുന്ന കാര്യമല്ലേ. പാർട്ടിയുടെ നേതാക്കൾ എഴുതുന്ന ലേഖനത്തിൽ ബംഗാളിലെ എന്തുകൊണ്ടാണ് CPM പ്രവർത്തകർ BJPയിലേക്ക് പോയതെന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1990കളുടെ അവസാനത്തിലാണ് BJPയെ ഒരു ഫാസിസ്റ്റ് ശക്തിയാണ് എന്ന രീതിയിൽ പാർട്ടി കണ്ടത്. അതിനുശേഷം പിന്നീട് അക്കാലത്തിടയ്ക്ക് VP സിംഗിനെ പിന്താങ്ങിയതും ജനസംഘവുമായി ചേർന്ന് BJPയുമായി ചേർന്ന ചില കേന്ദ്ര സർക്കാരുകളൊക്കെ അത് ശരിയുമല്ല. 80കളുടെ മധ്യത്തിൽ നടന്ന രാജീവ് ഗാന്ധി രാജ്യം ഭരിക്കുന്ന കാലത്ത് 80കളുടെ മധ്യത്തിൽ നടന്ന പാർട്ടി കോൺഗ്രസ് രാജ്യത്ത് ശക്തമായി വേരൂന്നുന്ന വർഗീയതയെക്കുറിച്ച് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? രാജീവ് ഗാന്ധി ഭരണത്തിൽ ഈ ബാബറി മസ്ജിദ് തർക്കത്തിൽ തീവ്ര ഹിന്ദുത്വ സംഘ്പരിവാർ ശക്തികൾക്ക് അനുകൂലമായ ഹിന്ദുത്വ പ്രീണനത്തിലേക്ക് പോകുന്ന നിലപാട്, ശിലാന്യാസത്തിന് കൊടുത്ത അനുമതി അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്ന കാലത്ത് അപകടകരമായ പ്രവണത ചൂണ്ടിക്കാട്ടിയ പാർട്ടി കോൺഗ്രസിലൂടെ ചൂണ്ടിക്കാട്ടിയത് CPM അല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് മറ്റേ കൈരളിയുടെ ന്യായീകരണ ശരത്തിലൂടെ വരുന്നതിൽ എനിക്ക് വിരോധമില്ല. ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ശ്രീ അനിൽകുമാർ, ഞാൻ വിചാരിച്ചത് പാർട്ടിയും BJPയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ വിവരിച്ചത്. അതായത് പാർട്ടിയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഘടകത്തെ ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാരണം, ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി ആരാകണം? അത് കേരളത്തിലെ ബേബി ആകണോ, അതോ തെലുങ്കിലെ രാഘവലു ആകണോ, അതോ മഹാരാഷ്ട്രയിലുള്ള നേതാവാകണോ എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അത് കേരളത്തിലേക്ക് സൂചി നീങ്ങുന്നത് കേരളത്തിലേക്കാണ്. അത് കേരളത്തിലെ പാർട്ടിയുടെ ശക്തി കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ സ്വയം വിമർശനത്തെക്കുറിച്ച് ശ്രീ ശരത്ത് പറഞ്ഞല്ലോ. സ്വയം വിമർശനം എന്ന് പറയുന്നത് ഇന്ന് മാതൃഭൂമി പത്രത്തിലൊരു വാർത്തയുണ്ടല്ലോ, അതായത് BJPയുടെ വളർച്ചയ്ക്ക് കാരണം CPMൻ്റെ നിലപാടുകളാണെന്ന്. അത് സ്വയം വിമർശനമാണ് എങ്കിൽ അത് പരസ്യമായിട്ട് പാർട്ടി അംഗീകരിച്ച് ആ രേഖ പുറത്തു വിടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളങ്ങനെയൊന്നും BJPയെ വളരാൻ അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കാം. ഇവിടെ അങ്ങനെ അത് ശരിയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കേരളത്തിലെ ഏക BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വിജയിച്ചത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പരിവേഷം കൊണ്ട് മാത്രമല്ല,
CPM-ൻ്റെ ആ ഒരു ദൗർബല്യം കൊണ്ടുകൂടിയാണ് എന്ന് നമ്മൾ നാളെ വിവരിക്കേണ്ടി വരും. അത് ഇതാണ് അവസ്ഥയെങ്കിൽ, ഈ സ്വയം വിമർശനം ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് പറഞ്ഞത് മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് കഴിഞ്ഞ കൊച്ചി പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസല്ലേ നേതൃത്വം കൊടുത്തത്. ശ്രീ ശരത്ത്, താങ്കൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ ഇടതുപക്ഷം ദുർബലമായ സാഹചര്യത്തിൽ 5ഓ 8ഓ സീറ്റാണെന്ന് ഇടതുപക്ഷത്തിനുള്ളത്. ആ ദുർബലമായ സാഹചര്യത്തിൽ യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അണിനിരന്ന സാമൂഹ്യ നിരീക്ഷകരും ചലച്ചിത്ര താരങ്ങളും നമ്മളെ കാണിച്ചു തരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ കുറഞ്ഞത് അവരുടെ ശരാശരിയുള്ളവരുടെ വളർച്ചയുടെ ഒരു സൂചകമായി കണക്കാക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും ഇപ്പോഴും കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയെക്കുറിച്ചും കോൺഗ്രസിൻ്റെ BJPയോടുള്ള സമീപനത്തെക്കുറിച്ചും സംശയം വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടി നേതൃത്വം മധുര കോൺഗ്രസിൽ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള പുരോഗമന ശക്തികൾക്ക് ആവേശം പകരുന്ന തീരുമാനമെടുക്കാൻ സാധിക്കാത്ത നിലയിലാണുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ CPM-നെ കുറിച്ച് പറയാൻ കാരണം ബംഗാളും ത്രിപുരയും ഇല്ലാത്ത ഒരു കാലത്ത് ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ചില ഘടകങ്ങളിൽ കോൺഗ്രസ് പിന്തുണയോടെ MP-മാരുള്ള ഘട്ടത്തിൽ കേരളത്തിലെ CPM-ൻ്റെ നിലപാടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവരായിരിക്കും ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയെ നിയന്ത്രിക്കുക, അവരായിരിക്കും പാർട്ടിയെ നിയന്ത്രിക്കുക എന്ന രീതിയിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബംഗാളിലെ ഇടക്കാലത്ത് വെച്ച് ബംഗാളിലത്തെ ശ്രീ അനിൽകുമാർ, താങ്കൾ കുറെ കൂടി ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞാണ് ഞാൻ ശ്രീകുമാർ വരാം. താങ്കൾ പറഞ്ഞതിൽ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ. താങ്കളുടെ വിമർശനത്തിൻ്റെ റൂട്ട് ക്ലിയറാണ്. ശ്രീ അനിൽകുമാർ, അതിൽ ഓരോന്നിനായി താങ്കളുടെ മറുപടി, CPM-ൻ്റെ മറുപടിയും വിശദീകരണമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഇപ്പോഴും അദ്ദേഹം കറങ്ങി നിൽക്കുന്നത് കേരള പാർട്ടി എന്നുള്ളിടത്ത് തന്നെയാണ്. അതിനാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി MA ബേബി വരുമോ എന്ന മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. സ്വാഭാവികമായും സംഘടനാ ശേഷിയുള്ള കേരളത്തിലെ പാർട്ടി പറയുന്നിടത്ത് രാജ്യത്തെ CPM എത്തി നിൽക്കും എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ CPM-നെ എതിർക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് വളരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, BJPയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന CPM എന്ന വാദഗതി അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില പോയിൻറ്റ്സിൽ നിന്നുകൊണ്ട് കേരളത്തിലെ CPM-നെ എതിർക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിരീക്ഷണ സമീപനമാണ് ശ്രീ N. ശ്രീകുമാർ മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും താങ്കൾക്ക് നേരെ വെച്ചിട്ടുള്ളത്, ആ വിമർശനമായി അവതരിപ്പിച്ചിട്ടുള്ളത്, നിരീക്ഷണമായി അവതരിപ്പിച്ചിട്ടുള്ളത്. താങ്കളുടെ മറുപടി. സീതാറാം യെച്ചൂരിയുടെ മരണശേഷം പുതിയ പാർട്ടി സെക്രട്ടറി ആരാകണമെന്ന് ചർച്ച ചെയ്തപ്പോൾ പാർട്ടിയുടെ PBയും കേന്ദ്ര കമ്മിറ്റി എടുത്ത ശരിയായ നിലപാട് എന്താണ്? അക്കാര്യങ്ങളെല്ലാം പുതിയ കേന്ദ്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുക. കേരളത്തിലെ പാർട്ടിയുടെ ശേഷി അന്നും ഇന്നും ഒരുപോലെയാണ്. പക്ഷെ പുതിയ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ ആ കേന്ദ്ര കമ്മിറ്റിയുടെ കൂട്ടായ വിവേകത്തിലാണ് പുതിയ പൊളിറ്റ് ബ്യൂറോയും അതിൻ്റെ സെക്രട്ടറിയും വരേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ കേന്ദ്ര കമ്മിറ്റി വരാതെ ചർച്ച ഓപ്പൺ ചെയ്യുമോ പാർട്ടിയിൽ? നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എന്തറിയാം? ഒരു പുതിയ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ സ്വാഭാവികമായും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് താൻ തന്നെയായിരിക്കും അത് മുൻകൈ എടുക്കുക. മുൻകൈ എടുത്താൽ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് ആ ഘട്ടത്തിൽ തീരുമാനിക്കുന്നൊരു കാര്യമാണ്. അതിനേക്കാളെല്ലാം വളരെ പ്രധാനം CPM-ൻ്റെ രാഷ്ട്രീയ നയം ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആ രാഷ്ട്രീയ നയം ഊന്നുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരാണ്. അതിൻ്റെ എല്ലാ ടാർഗറ്റും ഹിന്ദുത്വ BJP കോർപ്പറേറ്റുകൾക്കും മോദി സർക്കാരിനും എതിരാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം വായിച്ചു നോക്കിയാൽ മോദി സർക്കാരിനെതിരെ എത്ര പാരഗ്രാഫ് ഉണ്ടെന്നറിയാമോ? എന്നിട്ട് അതിൽ പറയുന്നത്, ഈ മോദി സർക്കാർ എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ രീതിയിലല്ല, നവഫാസിസ്റ്റ് രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. എന്താ നവഫാസിസത്തിൻ്റെ പ്രത്യേകത? ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസമായിരുന്നെങ്കിൽ എമ്പൂരാനെന്ന് പറയുന്നത് തിയേറ്ററുകളിൽ നിരോധിച്ചേനെ. നവഫാസിസകാലമായപ്പോൾ എമ്പൂരാൻ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അത് വെട്ടിമാറ്റാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് നില വന്നു. ഇതാണ് ക്ലാസിക്കൽ ഫാസിസവും നവഫാസിസവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ BJPക്കാർ പറയുന്നത്, ഞങ്ങൾ അതൊന്നും നിരോധിച്ചില്ല, ഞങ്ങളത് മുറിച്ചു മാറ്റാൻ പറഞ്ഞില്ല,
ആ മോഹൻലാലും പിന്നെ പൃഥ്വിരാജും ഒക്കെ കുറേ ഭീരുക്കൾ അവരങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതല്ലേ ബി ജെ പി ഉന്നയിക്കുന്നത്? ഇതാണ് ഫാസിസവും നവഫാസിസവും നമ്മളെ വ്യത്യാസം. എമ്പൂരാൻ തന്നെ CPM-ൻ്റെ ഇക്കാര്യത്തിലുള്ള നയത്തെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ ഒന്നാമതായി ചെയ്യുന്ന സ്വയം വിമർശനം എന്ത്? രാഷ്ട്രീയ നയത്തെ കറക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. കാരണം എങ്ങനെയെങ്കിലും BJP-യെ മാറ്റി നിർത്തുക എന്നതിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് ഊന്നിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. ഇപ്പോൾ BJP ഞാണിന്മേ കളിക്കുകയാണ്. അങ്ങപ്പുറേ ആന്ധ്രാപ്രദേശിലെയും അതുപോലെ ബീഹാറിലെയും സർക്കാരുകൾക്കിടയിൽ നിന്ന് ഞാണിന്മേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുർബലമായൊരവസ്ഥയിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി കംഫർട്ടബിളാണ്. ഞങ്ങൾ രാഷ്ട്രീയ നയം ഉയർപ്പിക്കുമ്പോൾ തന്നെ സമരഭരിതമായ ഇന്ത്യയെക്കുറിച്ച്, പാർലമെൻറ്റേതര രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വർഗീയ ശക്തികളുമായുള്ള നയത്തെ സംബന്ധിച്ചാണ്. 1986 വിജയവാഡ കോൺഗ്രസ്സാണ് പറഞ്ഞത്, കോൺഗ്രസിനെ എതിർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ലീഗിൻ്റെ സഹകരണം തേടാമോ, ന്യൂനപക്ഷ മതരാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം തേടാമോ. കോൺഗ്രസിനെ എതിർക്കാൻ ഭൂരിപക്ഷ മതരാഷ്ട്രീയ പാർട്ടിയായ BJP-യുടെ സഹകരണം തേടാമോ എന്നൊരു തർക്കം പാർട്ടി വന്നില്ല. കാരണം BJP സ്വീകാര്യമല്ല എന്ന് പാർട്ടിയിൽ എല്ലാവർക്കും അന്ന് തന്നെ അറിയാം. 1986 വിജയവാഡ കോൺഗ്രസ്സാണ്. അതിലെ തർക്കം എന്താണെന്ന് വെച്ചാൽ, എം വി രാഘവൻ വിഷയത്തിൻ്റെ തർക്കം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനെ നേരിടണം, അപ്പം BJP-യോട് കൂട്ടുപിടിക്കണമെന്നല്ല പാർട്ടിയിലെ തർക്കം, ലീഗുമായിട്ട് കൂടാവും. EMS ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. എന്താ പാർട്ടി തീരുമാനിച്ചത്? ന്യൂനപക്ഷ വർഗീയതയുമായി നിങ്ങൾ സന്ധി ചെയ്താൽ അത് BJP-ക്ക് വളമാകും, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകും. ഇത് 1986 കണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ലീഗിനെ മുന്നണിയിൽ അടുപ്പിക്കാത്ത രാഷ്ട്രീയം ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അഖിലേന്ത്യാ ലീഗ് വിട്ടുപോയി. ആ ലീഗിനെ എടുത്ത് മടി വെച്ചു എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി SDP എടുത്ത് തോളത്ത് വെച്ച് നടക്കുന്ന UDF കേരളത്തിൽ BJP-ക്ക് സഹായകരമാണെന്ന് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയുന്ന പാർട്ടി അവരുടെ 5ാം മന്ത്രിസ്ഥാനം കേരളത്തിൽ BJP-ക്ക് സഹായകരമായോ ഇല്ലയോ? അധികാരം കിട്ടുമ്പോൾ അധികാരത്തിൻ്റെ പങ്ക് ലീഗിന് കൊടുത്താൽ അത് കേരള രാഷ്ട്രീയത്തിനകത്ത് BJP-യുടെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ? ബംഗാളിനെ കുറിച്ച് പറഞ്ഞു. ബംഗാളിലെ ഞങ്ങളുടെ പാർട്ടി ഘടകമാകെ അങ്ങോട്ട് ഒലിച്ചു പോയോ? ബംഗാളിൽ CPM-ന് 5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യാതിരിക്കുകയാണ് പാർട്ടിക്ക്. പക്ഷെ ബഹുജനങ്ങളുടെ പിന്തുണ പോയി. എന്താ പിന്തുണ പോകാൻ കാരണം? ബംഗാൾ വർഗീയവൽക്കരിക്കപ്പെട്ടു. 1905 ബംഗാൾ മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളുമായി മാറിയതുപോലെ ഇന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത് മമതാ ബാനർജി ഒരു പ്രത്യേക മതത്തിൻ്റെ ബംഗാളാക്കി മാറ്റി. അപ്പോൾ രാമനവമി ഘോഷയാത്ര ഉപയോഗിച്ച് BJP വേറൊരു ബംഗാളിനെ ഉണ്ടാക്കി. ഈ വർഗീയവൽക്കരണം നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഞങ്ങൾ ദുർബലപ്പെട്ടിട്ടുണ്ട്. ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? ആദിവാസി ഗോത്ര വിഭാഗം അവർ കുതന്ത്രം കാണിച്ചു. സ്വാഭാവികമായും BJP-യുമായിട്ട് കൂടിച്ചേർന്ന് തിപ്രമോത്ത എന്നൊരു സംവിധാനം വന്നപ്പോൾ ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ടായി. പക്ഷെ ഞങ്ങളാകെ ഒലിച്ചു പോയോ? ത്രിപുരയിലെ CPM സമ്മേളനം നിങ്ങൾ കണ്ടില്ലേ? ബംഗാളിലെ പാർട്ടി നടത്തുന്ന ചെറുത്തുനിൽപ്പും തിരിച്ചുവരവും നിങ്ങൾ കണ്ടില്ലേ? അത് UP-യിൽ കാണിച്ചു തരാമോ? UP-യിൽ നിന്ന് ഒളിച്ചോടിപ്പോയി വയനാട്ടിൽ മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലെ ഒരൊറ്റയാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും വേറെ എവിടേക്കും പോയില്ല. ഞങ്ങൾ ആ മണ്ണിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൗർബല്യങ്ങൾ വന്ന് കാണും. പിന്നെ UP-യിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടിട്ടല്ല BJP ജയിച്ചത്. ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടിട്ടല്ല BJP ശക്തിപ്പെട്ടത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും, രാജസ്ഥാൻ അല്ലെങ്കിൽ മധ്യപ്രദേശ്, ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെട്ടിട്ടാണോ ജയിച്ചത്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടിട്ടാണ് BJP പിടിച്ചെടുത്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ദൗർബല്യമുണ്ട്. ദൗർബല്യം ഞങ്ങൾ സ്വയം വിമർശനപരമായി ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പാർലമെൻറ്റിൽ എത്ര സീറ്റ് കിട്ടുമെന്നല്ല ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വർഗീയ ഭ്രാന്തിനെ എങ്ങനെ തളയ്ക്കാൻ നോക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയ ഭ്രാന്തുണ്ട്, ന്യൂനപക്ഷ വർഗീയ ഭ്രാന്തുണ്ട്. രണ്ട് കൂട്ടരും ഒരുപോലെ നേരിടണം. രണ്ട് കൂട്ടരും ഒരുപോലെ നേരിട്ട് തളയ്ക്കുന്നതിൽ കോൺഗ്രസ് കൂടുമോ? ഇന്നത്തെ രാത്രിയിലെ എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട ശിവകുമാർ സാറിനോട് ഇതാണ്. കോൺഗ്രസിനോട് CPM-ന് പിന്തുണയുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. എൻ്റെ തിരിച്ചുള്ള ചോദ്യം എന്താണ്? ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കൂ. നിങ്ങൾ നയം വ്യക്തമാക്കൂല. കാരണം എന്താണ്? നിങ്ങൾക്ക് പകുതി മനസ്സാണ്. ആ പകുതി മനസ്സാണ് ബാബറി മസ്ജിദിനെ പൊളിച്ചത്. ആ പകുതി മനസ്സ് വഖഫ് ബില്ലിൽ കാണാം. ആ പകുതി മനസ്സ് പല രംഗത്തും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്, വർഗീയ ശക്തികളുടെ അധിനിവേശം നടന്നിരിക്കുന്നു ഇന്ത്യയിൽ. അധിനിവേശത്തിനെതിരായ പോരാട്ടം വർഗസമരാണ്. അതിൻ്റെ പാഠശാലയാണ് മധുര പാർട്ടി കോൺഗ്രസ്. ശരി, ഇവിടെ ശ്രീ സജീവൻ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം
എനിക്ക് തോന്നുന്നത് ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ പാർലമെൻ്ററി പ്രവർത്തനങ്ങൾക്ക് പുറത്ത് പാർലമെൻറ്റിൽ അംഗങ്ങളുടെ എണ്ണം കുറവാണ്. അതിനപ്പുറം സംഘടനാപരമായി CPM-നെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ കുറേ പാർട്ടി കോൺഗ്രസുകളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ അതിനും ചെറിയ മാറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറേ കൂടി വളരേണ്ടതായ സംഘടനാപരമായി വളരേണ്ടതായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് CPM ഈ മധുര പാർട്ടി കോൺഗ്രസിൽ ആ കാര്യങ്ങൾ സംഘടനാപരമായി ചർച്ച ചെയ്യുമ്പോഴും ആ പാർട്ടി നേരിടുന്നത്. ഞാനൊരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ശ്രീ സജീവനിലേക്ക് വരും. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കപ്പുറം അല്ലെങ്കിൽ 1.5 ആഴ്ചക്കപ്പുറം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ മാധ്യമങ്ങളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനിടയായി. ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് അവിടെ അടക്കം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഈ വിവിധ മാധ്യമങ്ങളുടെ ഈ വിവിധ സെഷനുകളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച, വളരെ സുപ്രധാനമായൊരു ടോപ്പിക്, നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഫാഷിസം കടന്നു വരുന്നത്, ആ കടന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങളെ, സ്വഭാവത്തെ എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാം എന്ന് വെച്ചാൽ നമ്മൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് പുതിയ ഫാസിസ്റ്റ് പ്രവണതകൾ കടന്നു വരുന്നു എന്ന് പറയുന്നൊരു വലിയ ചർച്ച. അതെങ്ങനെയാണ് എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു വലിയ ചർച്ച ലോകത്ത് നടക്കുകയാണ്. CPM-ൻ്റെ രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് ഫാസിസത്തിനുമപ്പുറം ഒരു നിയോ ഫാസിസം, നവഫാസിസം രൂപപ്പെട്ടിരിക്കുന്നു. അതൊരു രീതി മാത്രമല്ല, അത് കൃത്യമായ സ്വഭാവമുള്ളതാണ്. അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നതിന് CPM തയ്യാറായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊരു വലിയ ചർച്ചയായി മാറി. നോക്കൂ, ഉദാഹരണത്തിന് മുമ്പ് പറഞ്ഞ എല്ലാം ഈ കാലത്ത് കറങ്ങി എമ്പുരാനിലേക്കാണല്ലോ വരുന്നത്. ഒരു സിനിമയ്ക്കെതിരെ അതിനിശ്ചിതമായ ഭീഷണിയുടെയും നിലപാട് സ്വീകരിക്കുന്നു സംഘപരിവാർ. അവസാനം അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തന്നെ ആ ഭീഷണിയിൽ ഭയന്ന് പലതും മാറ്റേണ്ടതായി വരുന്നു. ഇത് ഫാസിസത്തിൻ്റെ, നവഫാസിസത്തിൻ്റെ മുമ്പ് പറഞ്ഞ കൃത്യമായ സ്വഭാവമാണ്. നമ്മൾ എന്താണോ കൃത്യമായി ഒരു രാഷ്ട്രീയ നിർദ്ദേശം ഇല്ലാതെ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അതിലെ സീനുകൾ വെട്ടിമാറ്റപ്പെടേണ്ടി വരുന്നു. ഈ പറഞ്ഞ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട സംഘപരിവാറിനെ ഏറ്റവും അധികം ആകുലപ്പെടുത്തുന്ന ആ ഒരു ചരിത്ര യാഥാർത്ഥ്യം വീണ്ടും ചർച്ച ചെയ്യുന്നതിനെ അവർ ഇഷ്ടപ്പെടുന്നതേയില്ല, അല്ലെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ CPM ചർച്ചയ്ക്ക് വിധേയമാക്കി മുന്നോട്ട് വെച്ചിട്ടുള്ള നവഫാസിസത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വളരെ കൃത്യമായ നമുക്ക് മനസ്സിലാകുന്നൊരു അനുഭവമാണ്. നമ്മുടെ ജീവിത പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീ N. ശ്രീകുമാറും കേരളത്തിലെ കോൺഗ്രസും ഒക്കെ പറയുന്നത് BJP പ്രതിരോധിക്കുന്നതിൽ CPM വളരെ ദുർബലമാണ്, മൃദു സമീപനം സ്വീകരിക്കുന്നു. അത്തരമൊരു സമീപനം കോൺഗ്രസ് പാർട്ടി CPM-ന് മേൽ ചാർത്തിയാൽ ഏത് തരത്തിലാണത് ശരിയുമായി ഒരു ബന്ധവുമില്ലാത്തതാകുന്നു? താങ്കൾ എമ്പുരാൻ പറഞ്ഞുകൊണ്ട് പറയാം, അത് വെച്ച് തന്നെ തുടങ്ങാം. എമ്പുരാനിൽ ഈ ഇത്രയും ഭീകരമായ രീതിയിൽ എമ്പുരാനെതിരെ പ്രതികരണം ഉണ്ടായപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ, അതിന്റെ സംവിധായകനും പിന്നെ നിർമ്മാതാവും അതിലെ പ്രധാന നടന്മാരും അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കന്മാരും ഉൾപ്പെടെ ഈ ഒരു പ്രവണതക്കെതിരെ, ഈ ഒരു ആക്രമണ പ്രവണതക്കെതിരെ പ്രതികരിച്ചത് പോലുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരാൾ മാത്രമാണ് എനിക്ക് അത്ഭുതം തോന്നിയത്, ഒരുപക്ഷെ ആദരവ് തോന്നിയിട്ടുള്ള ഒരു പ്രതികരണം മല്ലിക സുകുമാരൻ്റെതാണ്. മല്ലിക സുകുമാരൻ ഈ സിനിമയുടെ ഒന്നുമല്ല, അവരുടെ മകനാണ് സംവിധായകൻ എന്നുള്ള. പക്ഷെ അവർ പറയുന്നുണ്ട്, ഓർഗനൈസർ എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കരുത്, അങ്ങനെ പേടിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ വളരെ രൂക്ഷമായ രീതിയിൽ പോയാൽ ഇത്ര ഇനി അങ്ങോട്ട് പോയാൽ തല വെട്ടി മാറ്റുകയല്ലേ ചെയ്യുക എന്ന രീതിയിലൊക്കെയാണ് അവരുടെ പ്രതികരണം. അങ്ങനെ പ്രതികരിക്കാൻ പോലും ഇവിടെ പറ്റുന്നില്ല. അതിന് അവരെ കുറ്റം പറയുകയില്ല, കാരണം പേടിയാണ്. എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ള പേടി ഇവിടെ മൊത്തമായിട്ട് ഉണ്ടായിരിക്കും. അത് ഉത്തരേന്ത്യയിലല്ല, ഉത്തരേന്ത്യയിലൊക്കെ കുറെ കാലം മുമ്പേ സംഭവിച്ചതാണ്, കേരളത്തിൽ സംഭവിക്കുന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ മാത്രം നമ്മൾ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഇത്രയും ഭീകരമായ രൂപത്തിൽ ഫാസിസം വരുമ്പോൾ അത് ഇതിനിടെ ഉണ്ടായൊരു സംഗതി, CPM-ന്റെ ഒരു പ്രതികരണം, ഫാസിസം, മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലാതെ പറഞ്ഞതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ, അത് കാരണം അതിന് എന്തുകൊണ്ടാണ് ഫാസിസ്റ്റ് സർക്കാർ അല്ലാതെ പറഞ്ഞത്, നവഫാസിസത്തിന്റെ പ്രവണതയിലേക്ക് പോകുന്നുവെന്ന് എന്തുകൊണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞു എന്നതിന് അർത്ഥം പോലും മനസ്സിലാക്കാതെ BJPക്ക് അനുകൂലമായ രൂപത്തിൽ, CPM-നെ കൊല്ലുമ്പോൾ പോലും BJPക്ക് നേട്ടം ഉണ്ടാക്കാവുന്ന രൂപത്തിൽ കണ്ടില്ലേ, CPM BJP ബാന്ധവം എന്ന രൂപത്തിലൊക്കെ പ്രതികരിച്ച ആളുകൾ. ഇവിടെ ഇപ്പോ ശ്രീകുമാർ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതിന്റെ അതേ സംഭവം വെച്ച് തിരിച്ചിടുകയാണ്. കാരണം ഇവിടെ മാധ്യമ വാർത്തകളായിട്ട് വന്നിട്ടുള്ളത് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയമാണല്ലോ, പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണല്ലോ. അതിൽ BJPയുടെ വളർച്ചയ്ക്ക് കാരണക്കാർ
CPM ആണ് എന്ന് അംഗീകരിച്ചു എന്നാണ്. അതായത് ഇത് എന്താണ് ഈ പറഞ്ഞ പ്രമേയത്തിലെ അർത്ഥമെന്ന് പോലും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ഞാൻ പറയുന്നില്ല, മനസ്സിലാവാതെ എന്ന് പറയുന്നില്ല, അതൊക്കെ പ്രകടിപ്പിക്കാതെ അതിന് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. BJP പ്രമേയത്തിൽ പറയുന്ന പോലെ CPM-ന്റെ ഈ സംഘടനാ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും, CPM-ന് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ പോലും BJP വളർന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ പറഞ്ഞു തൃശ്ശൂരിലെ വിജയത്തെ കുറിച്ച് പറഞ്ഞു, അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അവിടെ LDF-ന്റെ വോട്ട് ഷെയർ കൂടുകയല്ലാതെ, വോട്ടിന്റെ എണ്ണം കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ലല്ലോ. ആർക്കാണ് കുറഞ്ഞത്? ആരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു? അതൊക്കെ മറച്ചു കൊടുത്തുകൊണ്ട് ഇതാ കണ്ടില്ലേ, അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് CPM ആണ് എന്ന് പറയുന്നത്. സജീവൻ, അതിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഈ കാലത്തായതുകൊണ്ട് താങ്കൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശ്രീ സജീവൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇങ്ങനൊരു പ്രചാരണം നടത്തുന്നതാകാം. അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം ഉണ്ടല്ലോ. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകളായ ക്രൈസ്തവ വോട്ടുകളിൽ വന്നിട്ടുള്ള ഷിഫ്റ്റ്, ആ ക്രൈസ്തവ വോട്ടുകളിൽ UDF-നുണ്ടായിരുന്ന നിർണായക സ്വാധീനം, ആ വോട്ടുകളാണ് ഒരു ഷിഫ്റ്റ് സംഭവിച്ച് BJPക്ക് സഹായകരമായി മാറിയിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയോടെ കേരളത്തിലടക്കം വിലയിരുത്തപ്പെടേണ്ടത്. അതിലേക്ക്, ആ പൊളിറ്റിക്കൽ പ്രോസസ്സിലേക്ക് ആഴത്തിൽ പോകാൻ കേരളത്തിലെ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. കാരണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ ചോദിച്ച ചോദ്യം കോൺഗ്രസിന് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ കഴിയണമെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിശകലനം, അത് സ്വയം വിമർശനാത്മകം കൂടിയായിട്ടുള്ള വിശകലനത്തിലേക്ക് പോകണം. അതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴൊക്കെ എല്ലാ നേതാക്കന്മാരും, എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ പറയാറുള്ളതാണ്, ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്, ഞങ്ങൾ ഈ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കും, അത് മനസ്സിലാക്കിയിട്ട് അടുത്ത തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും. എത്രയോ കാലമായിട്ട് ശ്രീകുമാറിനെ പോലെ തന്നെ ഞാനും ഏതായാലും അത്രയും കാലത്തോളം ഈ രാഷ്ട്രീയ രംഗത്ത് പരിചയമുള്ള ഒരാളാണല്ലോ. സ്വാഭാവികമായിട്ട് ഇതിനിടയിൽ എപ്പോഴെങ്കിലും സ്വയം വിമർശനാത്മകമായ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു മാറ്റം, ഒരു പുതിയ രീതിയിലേക്ക് പോകുന്ന പ്രവണതയില്ല. ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. ഞാൻ CPM അനുകൂല നിലപാടെടുത്തിട്ടല്ലോ പറയുന്നത്. ഇവിടെ കാണുന്നത് BJPയുടെ വളർച്ച. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഭീകരമായ കാര്യം. നാളെ ഇത് ഫാസിസത്തിന്റെ ശക്തിയായിട്ട് മാറിയിട്ട് ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങുമെന്നുള്ള കാര്യം ഇതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമുക്കറിയാം. അത്രയും ഭീകരമായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തെല്ലാമാണ്, ഏതൊക്കെ രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് ഓരോ പാർട്ടിയും ചിന്തിക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞു, പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇങ്ങനെ പോയാൽ പോരാ. അത് പ്രകാശ് കാരാട്ട് മാത്രമല്ല, CPM നേതാക്കന്മാർ മാത്രമല്ല, നേരത്തെ മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ മറ്റു പാർട്ടികളുടെ NCPയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സകല ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരിൽ പല ആളുകളും, പല പാർട്ടികളുടെ സമുന്നതരായിട്ട് നേതാക്കന്മാർ പറഞ്ഞ് കോൺഗ്രസ് നയിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കോൺഗ്രസ് നയിക്കേണ്ടെന്നുള്ളതല്ല, കോൺഗ്രസിന്റെ ഭാഗമാവേണ്ടെന്നുള്ളതല്ല. പക്ഷേ 1ഉം 2ഉം 3ഉം മോദി സർക്കാർ വന്നു കഴിഞ്ഞു. ഇനി 4ാമത്തെ മോദി സർക്കാരിലേക്ക് പോവില്ല എന്നതിന് എന്താണ് ഒരു ഉറപ്പുള്ളത്? അതിനെ ചെറുക്കാവുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ പാർട്ടി കോൺഗ്രസിൽ ശക്തമായിട്ട് ചർച്ചയായിട്ട് വരാൻ പോകുന്നത്. എന്തൊക്കെ സ്ട്രാറ്റജി വേണം? പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. CPM മാത്രം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമായില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതേ രീതിയിൽ വളരെ ഗൗരവപരമായിട്ട് ചർച്ച ചെയ്താൽ മാത്രമേ, എന്നിട്ട് അതിനൊരു പരിഹാരത്തിൽ അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. CPM അതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ബ്രാഞ്ച് തലം അങ്ങ് പാർട്ടി കോൺഗ്രസ് വരെ എത്തുന്ന വിധത്തിലേക്ക് സംഘടനാ സമ്മേളനങ്ങളിലൂടെ അതിൻ്റെ രാഷ്ട്രീയത്തെ, അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തെ, അതിൻ്റെ രാഷ്ട്രീയ ലൈനിനെ, അടവ് നയത്തെ, തെരഞ്ഞെടുപ്പുകളെ ഇങ്ങനെ എല്ലാ വിധത്തിലും പരിശോധിക്കുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ സ്വയം വിമർശനപരമായി പക്ഷേ അത് ആ പാർട്ടിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം സംഭവിച്ചാൽ മാത്രമേ ഒരു ശക്തമായ പ്രതിപക്ഷം, ഇന്ത്യ മുന്നണി എന്നതിന് ഒരു രാഷ്ട്രീയമായ അടിത്തറ പോലും യഥാർത്ഥത്തിൽ
രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന പ്രശ്നം നിൽക്കുന്നു. അവിടെ പക്ഷേ CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനം അത് വളരെ ഗൗരവമുള്ള നിരവധി വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേദി തന്നെയാണ്. അതിൽ നിന്ന് നിരവധിയായ വിവരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി വരികയും ചെയ്യും. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാകും. എത്രമാത്രം രാഷ്ട്രീയ എതിരാളികളാൽ പരിഹസിക്കാൻ ശ്രമിച്ചാലും അത് വളരെ അവരടക്കം ശ്രദ്ധിക്കുന്ന ജാഗ്രതയുള്ളത് തന്നെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന നിരവധിയായ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്ക് ഈ ചർച്ചയുടെ അവസാന മിനിറ്റിലേക്ക് വരാം. റൈറ്റ്, ശ്രീ എൻ ശ്രീകുമാർ, ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ചില വിമർശനങ്ങളുണ്ട്. കാരണം പ്രതിപക്ഷ പാർട്ടികളാകെയും രാഷ്ട്രീയമായി വളരെ ജാഗ്രതയോടെ തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാഷ്ട്രീയമായി സ്വയം വിമർശനം അടക്കം നടത്തി. അതിൽ കോൺഗ്രസ് എത്രമാത്രം അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കിടയിൽ ഒരു തർക്കത്തിന് പോലും ഇടയില്ല. പാർലമെൻറ്റിൽ 100 സീറ്റിലെത്തുമ്പോൾ പോലും, ലോക്സഭയിൽ എത്തുമ്പോഴും ലോക്സഭയ്ക്കകത്തോ ലോക്സഭയ്ക്ക് പുറത്തോ സർക്കാരിനെതിരായ ശക്തമായ സമരം ചെയ്യാൻ കഴിയുന്നൊരു മുഖ്യ പ്രതിപക്ഷമായി നാളിതുവരെ കോൺഗ്രസ്സിന് മാറാൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ പ്രതിപക്ഷത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ ആ നിലയിലേക്ക് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് എത്താൻ കഴിയണം. സ്വാഭാവികമായും അത് എത്താൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ലൈനിലുള്ള വിയോജിപ്പുകൾ പറയും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ വിധേയപ്പെട്ട് നിൽക്കുന്നതല്ല എന്നുള്ളത് കോൺഗ്രസിനും അറിയാം. അപ്പോൾ ആ വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറുഭാഗത്ത് ഇത് ഓരോ കാര്യം, ഇപ്പോൾ കേരളത്തിലേക്ക് തന്നെ കേരളത്തിലെ ഈ തുടർച്ചയായ മോദി സർക്കാർ സംഘ് പരിവാറിൻ്റെ ഫാസിസ്റ്റ് രീതികളെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമാകും വിധത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു രേഖ തന്നെ മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ ചർച്ചകളുടെ ഒരു ആഗോള തലം ഞാൻ സൂചിപ്പിച്ചു. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ലോകത്താകെ സംഭവിക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ രാജ്യത്ത് സംഭവിക്കട്ടെ. അതിലൂടെ പാർട്ടി കോൺഗ്രസിൽ അതിലൊരു നിലപാട് സ്വീകരിക്കാൻ ആ പാർട്ടി തയ്യാറെടുക്കുമ്പോൾ എത്ര വികലമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളടക്കം അതിനെ സമീപിച്ചത്. താങ്കളടക്കം ഈ ചർച്ചയിലെടുത്ത് ഉദാഹരിച്ച് BJPയുമായി മൃദു നിലപാട് എന്നുള്ളതാണ്. രാജ്യത്ത് BJPക്കെതിരായ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ അത് ഏത് വർഗീയതയുമാകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് CPIMന് ആരുടെ ലൈസൻസാണ് വേണ്ടത്? നിശ്ചയമായും കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി CPIM എടുക്കുന്ന നിലപാടുകൾക്ക് താഴെ സ്ഥാനമുള്ളൂ, നിൽക്കാൻ കഴിയൂ. ആ മൃദു നിലപാടുകൾ പല ഘട്ടത്തിലും എടുത്ത് അപകടകരമായ നിലയിൽ BJPയുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവും കൊടുത്തിട്ടുണ്ട് എന്ന രാഷ്ട്രീയ പാതകം കോൺഗ്രസിൻ്റെ മേലുണ്ട്, യാതൊരു സംശയവുമില്ല. മുമ്പ് പറഞ്ഞ പോലെ ഹിന്ദി ഹാർട്ട്ലാൻഡിലൊക്കെ എങ്ങനെയാണ് BJP വളർന്നത്? ആരാണ് ഇല്ലാതായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണോ? അപ്പോൾ തിരിച്ചറിവോടെ പുതുക്കിപ്പണിയാൻ കോൺഗ്രസ് തയ്യാറാകണം. പാർട്ടി കോൺഗ്രസ്സിൽ അടക്കം CPMനെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അതേ മാനത്തോടെ പ്രതിപക്ഷ പാർട്ടികളും അതിന് സന്നദ്ധമാവണ്ടേ? മറ്റു പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് അടക്കം. നമുക്ക് ശരത്തെ 10-15 വർഷം മുമ്പ് CPM അവരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമെടുത്തിരുന്നു, കോൺഗ്രസിനും BJPക്കുമെതിരെ വിപുലമായ സഖ്യമെന്ന്. കോൺഗ്രസിനും BJPക്കുമെതിരെ വിപുലമായ സഖ്യമെന്ന് 10-15-20 വർഷം മുമ്പെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം നിലനിൽക്കെ തന്നെയാണ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ കാര്യം മാത്രം ഞാനിവിടെ കോട്ട് ചെയ്യാം. അതായത് ഇന്ത്യ മുന്നണിയെ കരുപ്പിടിപ്പിക്കുന്നതിൽ സീതാറാം യെച്ചൂരി നൽകിയ സംഭാവന ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ആ യെച്ചൂരി അന്നെടുത്ത തീരുമാനം കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. ശരത്ത് ചോദിച്ച പ്രതിപക്ഷത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടുള്ള ഒരു ഉത്തരം ഞാൻ വളരെ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, BJPക്കെതിരെയാണ് CPM എന്നവർ പറയുമ്പോൾ ശ്രീ അനിൽകുമാറോട് രണ്ടുപേർട്ട് ഒരു ചോദ്യം ചോദിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇല്ല, അറിയാത്തത് കൊണ്ടാണ് ഈ പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ CPM BJPയുമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം എടുക്കുന്ന സമീപനം, CPMൻ്റെ ഇടതുമുന്നണി കൺവീനർ BJP നേതാവിനെ കണ്ട ശേഷം ഒരു നടപടിയെടുക്കുകയും ശേഷം അതേ നേതാവിനെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് പാർട്ടിയും BJPയും തമ്മിലുള്ള അസ്വാരസ്യത്തിൻ്റെ അകൽച്ച കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ കുറ്റം പറയുക? നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയണം, ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയണം. ഭരണമാണ് പ്രധാനം എന്ന് ചിന്തിച്ച് തുടർഭരണത്തിലേക്ക് പോവുകയാണെന്ന് കേരളത്തിൽ മാത്രം പറയുകയും കേന്ദ്രത്തിൽ BJPയുടെ ഒരു മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം ആ ചർച്ച എന്താണെന്ന് പറയാൻ ഇന്നേ വരെ നിർമ്മലാ സീതാരാമനുമായിട്ട് മുഖ്യമന്ത്രിയും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം എന്താണ് ചർച്ച ചെയ്തതെന്ന് പാർട്ടി കേരളത്തിലെ ചുരുക്കം കോൺഗ്രസ്സുകാരെ ഒഴിച്ച് രാജ്യത്ത് മുഴുവൻ വിലയിരുത്തപ്പെടുന്നത് ഈ മോദി റെഷീമിലെ ഓൾട്ടർനേറ്റ് ഗവൺമെൻറ്റാണ്, സർക്കാരാണ്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നുള്ള വലിയ പരിശോധനകൾ, വലിയ അന്വേഷണങ്ങൾ നടക്കുന്നൊരു കാലമാണ്.
അതിനെ വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കാം. പക്ഷേ രാജ്യത്തെ BJP ഇതര സർക്കാരുകളിൽ ഏറ്റവും ശരിയും വ്യക്തവും ശക്തവുമായ ബദൽ സർക്കാർ ഏത് എന്ന ചോദ്യത്തിൽ പഠന വിഷയമാക്കുന്ന ഒന്നാമത്തെ സർക്കാർ കേരളത്തിലെ തുടർ ഭരണത്തിലൂടെ വന്ന ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി സർക്കാരാണ്. കർണാടകയല്ല ചർച്ച ചെയ്യുന്നതാരും എങ്ങും. തമിഴ്നാട് പോലും അതിന് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? നോക്കൂ ശരത്, അപ്പോഴോ ശരത്തെ, തമിഴ്നാടും കർണാടകവും ഹിമാചലും ഒന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ കേരളത്തെ മാത്രം എടുത്ത് സംസാരിച്ചുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ സംശയങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹർകിഷൻ സിംഗ് സുർജിത്ത് സെക്രട്ടറി ഞാൻ സംസാരിച്ചല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല പറഞ്ഞത്. രാജ്യത്താകെ ആ പഠനം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ലോകത്ത് നടക്കുന്നുണ്ട്. നടന്നോട്ടെ, കുഴപ്പമില്ല. 57 ഇത് തന്നെയാണ് പഠനം നടന്നത്, നമ്മൾ അവിടെ നിൽക്കട്ടെ. അതായത് ഹർകിഷൻ സിംഗ് സുർജിത്ത് ജനറൽ സെക്രട്ടറി എന്ന സമയത്ത് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് എടുത്തൊരു തീരുമാനത്തിൽ സംബന്ധിച്ച് പ്രത്യേകം താല്പര്യം, ജന്മിയും കുടിയാനും കുടികിടപ്പുകാരനും ഒക്കെ ഈ നാട്ടിലുണ്ടായേനെ. ആയിക്കോട്ടെ, അവസാന നിമിഷമാണ്, ദയവായിട്ട് എന്നെ പറയാൻ അനുവദിക്കുക. അതായത് അങ്ങനെ ഹർകിഷൻ സിംഗ് സുർജിത്ത് എടുത്ത സ്ത്രീകൾക്കിടെ തൊഴിൽ സംബന്ധിച്ചുള്ള നിലപാട് നിലനിൽക്കുകയാണ് മധുര കോൺഗ്രസ് ചേരുമ്പോൾ തിരുവനന്തപുരത്ത് മുടി മുറിച്ച് സ്ത്രീകൾ സമരം ചെയ്യുന്നത് ശരത്ത് പറഞ്ഞ മാതൃകാ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രീ സജീവൻ പറഞ്ഞത് സിനിമയെക്കുറിച്ച് ശരിയാണ്. സിനിമയ്ക്കെതിരെ വിദ്വേഷം പാടില്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള സിനിമയ്ക്കെതിരെ CPM എടുത്തതും 51 വെട്ടുമായി ബന്ധപ്പെട്ട സിനിമയ്ക്കെതിരെ CPM എടുത്തതും ഇപ്പോൾ മറ്റേ ഇപ്പോഴത്തെ സിനിമയ്ക്കെതിരെ നമ്മളുടെ കേന്ദ്ര BJP നേതൃത്വം എടുക്കുന്ന സമീപനവും എല്ലാം ഒരേപോലെ കാണണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്, സിനിമ എതിർത്തിട്ടുണ്ട്. കിസാ കുഷിക്കായുടെ കാര്യത്തിലാണെങ്കിലും എമർജൻസിയുടെ കാര്യത്തിലാണെങ്കിലും കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പും ഈ എതിർപ്പും ചെറിയ വ്യത്യാസമുണ്ട്. ഇത് സിനിമ കാണിക്കാൻ അവസരം കൊടുത്തിരുന്നു, പക്ഷേ ഇത് സിനിമ കാണിക്കേണ്ട. ഓക്കെ ശരി, ഞാൻ സമയക്കുറവുകൊണ്ടെന്ന് ഇടപെടുകയാണ്. പക്ഷേ അവിടെയാണ് കോൺഗ്രസ് എപ്പോഴും എങ്ങനെയാണ് ഈ BJPക്കെതിരായ ഫാസിസത്തിനെതിരായ സംഘ് പരിവാർ തീവ്ര ഹിന്ദുത്വത്തിനെതിരായ നിലപാടിൽ എവിടെയാണ് നിങ്ങൾ ദുർബലപ്പെട്ടു പോകുന്നത് എന്ന് ശ്രീ N. ശ്രീകുമാറിൻ്റെ ഈ അവസാനത്തെ താരതമ്യത്തിൽ തന്നെയുണ്ട്, ആ സിനിമ താരതമ്യത്തിൽ തന്നെയുണ്ട് എന്നുകൂടി പറയാതെ തരമില്ല. ശ്രീ അനിൽകുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. CPM നേരിടുന്ന പല വെല്ലുവിളികളും സംഘടനാപരമായ അടക്കം പല പാർട്ടി കോൺഗ്രസുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് ആനുപാതികമായി വളരാൻ CPMന് കഴിഞ്ഞിട്ടുണ്ടോ? ആ വെല്ലുവിളികൾ തന്നെയല്ലേ സ്വാഭാവികമായും ഈ പാർട്ടി കോൺഗ്രസിൻ്റെ മുമ്പിലും ചർച്ചയായി വരുന്നതെന്നൊരു പ്രധാന ചോദ്യമുണ്ട്. നമുക്കതിലേക്കൊന്നും വിശദമായി പോകാൻ ഇനി സമയമില്ല എങ്കിൽ പോലും ശ്രീ N. ശ്രീകുമാർ ചർച്ചയിൽ അവതരിപ്പിച്ച വിഷയത്തിൽ താങ്കൾക്ക് ഏതെങ്കിലും ഒരു മറുപടി ഉണ്ടെങ്കിലാകാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. അല്ല, കേരളത്തിലെ CPMന് അല്ല ഗവൺമെൻറ്റിന് ഇന്ത്യ രാജ്യത്തെ BJPയുമായിട്ട് എന്തെങ്കിലും ഒരു പൊരുത്തമുണ്ടെങ്കിൽ എമ്പൂരാൻ സിനിമ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രി പോകുമായിരുന്നു. ഒരു മുഖ്യമന്ത്രി ഒരു സിനിമ കാണാൻ പോകുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാകുന്ന ഒരു ഇന്ത്യയാണിത്, രാഷ്ട്രീയ പ്രവർത്തനമാകുന്ന കേരളമാണിത്. എത്ര ധീരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത്. വയനാടിന് ഒരു വെള്ളി രൂപ കേന്ദ്രം തന്നില്ല. മുഖ്യമന്ത്രി വിമർശിച്ചില്ലേ കേന്ദ്രത്തെ? അല്ല, കേരളത്തെ ശക്തിപ്പെടുത്താനും പിണറായി സർക്കാരിനെ ശക്തിപ്പെടുത്താനുമാണോ വയനാടിന് പണം തരാത്തത്? ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമായി ഉയർത്തിയ ഏത് വിഷയത്തിലാണ് ഈ മുഖ്യമന്ത്രി ഇല്ലാത്തത്? മറ്റൊരു മുഖ്യമന്ത്രിയും ചെന്നില്ലെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്ന വിഷയത്തിൽ പാർലമെൻറ്റിന് മുന്നിൽ ഡൽഹിയിലേക്ക് സമരത്തിന് നയിച്ച ഒരു മുഖ്യമന്ത്രിയല്ല ഇത്. ഇപ്പോഴും ED വേട്ടയാടപ്പെടുന്നു കേരളത്തിൽ. രാധാകൃഷ്ണനെ MP വിളിച്ചിരിക്കുകയാണ്. ED എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? കോടകരയിൽ 1000 പേജോളം കുറ്റപത്രം എഴുതിയിട്ട് BJPയെ ഇന്ത്യ രാജ്യത്ത് തുറന്നു കാട്ടിയ ഒരു കേരള പോലീസുണ്ട്. ഇതെല്ലാം സഖ്യമാണോ? അപ്പം കനകോലൊരു തിരക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. BJPക്കാരും CPMക്കാരും തമ്മിൽ സഖ്യത്തിലാണ്, കോൺഗ്രസിനെതിരെ വരുത്താൻ തിരക്കഥയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് BJPയുടെ പിന്താങ്ങി പ്രതിപക്ഷമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുന്നത്. ആ കോൺഗ്രസ് തിരുത്തുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഓക്കെ, ഏതായാലും പ്രചാരണങ്ങളും വിവാദങ്ങളും അതിൽ നിന്ന് ഒരുപാട് അകലെയാണ് വസ്തുതകളും യാഥാർത്ഥ്യവും എന്നുള്ളത്
നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ അനുഭവത്തെ നമ്മൾ പുതുക്കി പണിയുന്ന മനുഷ്യരുമാണ്. CPIM അതിൻ്റെ മധുര പാർട്ടി കോൺഗ്രസുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ രാജ്യം ഇന്ന് നേരിടുന്ന അപകടകരമായ രാഷ്ട്രീയ അവസ്ഥകൾ, അതിൽ CPIM എന്ന പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ, അതിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എടുത്തിട്ടുള്ള പ്രവർത്തനത്തിൽ ഏറ്റെടുത്തിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട സ്വയം വിമർശനപരമായ സമീപനങ്ങൾ, വിലയിരുത്തലുകൾ, ഇതെല്ലാം അടങ്ങുന്ന വളരെ വിപുലമായ CPIMൻ്റെ സംഘടനാ സമ്മേളനങ്ങളുടെ സമാപനമാണ് യഥാർത്ഥത്തിൽ മധുര 24ാം പാർട്ടി കോൺഗ്രസിലൂടെ സംഭവിക്കുന്നത്. അത് രാജ്യത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ CPIMൻ്റെ നിലപാടുകൾ, വരുന്ന 3 വർഷക്കാലത്തേക്ക് ഏറ്റെടുക്കേണ്ടുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ, അതിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ, നിലപാടുകൾ, ഇതെല്ലാമാണ് ഈ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ രൂപപ്പെടുക. അതിനുള്ള വളരെ ശക്തമായ ഒരു സമ്മേളനത്തിലേക്ക് നാളെ പോവുകയാണ് CPIM. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് മധുരയിൽ നിന്ന് ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ചയിലേക്ക് വന്ന് കുറേയേറെ വിവരങ്ങൾ ഈ സമയത്തിനുള്ളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്.